എന്തൊരു ഗതികേടാന്ന് നോക്കണല്ലേ. ശ്രീലങ്കയായിട്ടുള്ള ആദ്യത്തെ ടെസ്റ്റിൽ മഴ പെയ്യും വരും പോകും അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എന്നാലും 5 ദിവസം കളി നടന്നു, ഇന്ത്യ ജയിക്കുകയും ചെയ്തു. ദേ രണ്ടാമത്തെ ടെസ്റ്റിൽ ഇതന്നെ അവസ്ഥ. ആദ്യത്തെ ദിവസം വലിയ കുഴപ്പമുണ്ടായില്ല, ഇന്ന് മഴയോട് മഴയാണ്. പക്ഷേ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടാമത്തെ ദിവസം അടിപൊളിയായിരുന്നു. ഇന്നലെ 300 റൺസിലാണ് ഇന്നലത്തെ കളി അവസാനിച്ചത്. പക്ഷെ ഇന്ന് ബാറ്റിംഗ് തുടങ്ങി. തുടക്കം ജോർലും സർനേഷിനോട് ബാറ്റ് ചെയ്ത് തുടങ്ങി. ജയം വലിയ കാര്യമായിട്ട് കളിക്കാൻ പറ്റില്ല, പെട്ടെന്ന് ഔട്ടായി പോയി. പക്ഷേ ഇന്നലെ കളി കംപ്ലീറ്റ് ആക്കാതിരുന്ന പരിക്ക് കാരണം കയറി പോയ പന്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പന്തും ജോർലും കൂടിയാണ് ബാറ്റിങ്ങിൽ നിന്നിട്ടില്ലേ. 112 റൺസിൻ്റെ ഒരു അടിപൊളി പാർട്ണർഷിപ്പ്. ശ്രീലങ്കൻ ബൗളേഴ്സ് ഇടവും വല എറിഞ്ഞു നോക്കി, ഒരു രക്ഷയില്ല. പന്താണെങ്കിൽ വൺ ഡേ സ്റ്റൈലിൽ അത് എല്ലാ കളിയും പുള്ളി അങ്ങനെയാണ് കളിക്കാറ്. 89 ബോളിൽ നിന്ന് കണ്ട് 69 റൺസ് എടുത്തത്, 6 4ഉം 2 6ഉം. ഇപ്പുറത്ത് ജോർലും 50 അടിച്ചു. പിന്നെ പന്ത് ഔട്ടായതിനു ശേഷം മാനവ് സുധർ വന്നു. പുള്ളിയും വലിയ റൺസ് എടുത്തെങ്കിലും ഒരു 10-52 ബോൾ ഫേസ് ചെയ്തു. ആ നേരം കൊണ്ട് ജോർലിൽ പതുക്കെ റൺസ് കയറ്റി തുടങ്ങി. ഒരു 80-85 റൺസ് വരെ എത്തി. അതിനുശേഷം വന്ന് സിറാജ് അവിടെ അങ്ങോട്ട് നിന്നു. 29-30 ബോൾ അങ്ങോട്ട് ഫേസ് ചെയ്തിട്ട് 2 റൺസ് എടുത്തേ. അത് വേറെ ഒന്നുകൊണ്ടല്ല, ഇപ്പുറത്ത് ജോർലിന് സെഞ്ചുറി അടിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മഴയും പെയ്തു കേട്ടോ. 99 നിൽക്കുന്ന സമയത്ത് മഴ പെയ്യുന്നു. പിന്നെ മഴ മാറി വീണ്ടും കളി തുടങ്ങി. ജോർലിൽ സെഞ്ചുറി അടിച്ചു. സെഞ്ചുറി അടിച്ചതിന് ശേഷം പിന്നെ വെടിക്കെട്ടായിരുന്നു. 2 6ഉം 4ഒക്കെ അടിച്ച് കളി നല്ല സ്പീഡാക്കി. അതിനുശേഷം സിറാജ് ഔട്ടായി, പ്രസിദ്ധ് കൃഷ്ണ വന്നു. അങ്ങനെ 503 റൺസിന് 9 വിക്കറ്റിൽ ഇന്ത്യ ഫസ്റ്റ് ഇന്നിങ്സിൽ ഡിക്ലെയർ ചെയ്തു. അത് കഴിഞ്ഞ് ബാറ്റിങ്ങിന് ഇറങ്ങി 2 ബോളോ ചെയ്തോളൂ ഇന്ത്യ. അപ്പോഴേക്കും വീണ്ടും മഴ. ഇനി ഇന്നത്തെ ദിവസം കളി നടക്കില്ല നമ്മൾ വിചാരിച്ചേ. പക്ഷേ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും മഴ മാറിയ കാരണം വീണ്ടും കളി തുടങ്ങി. ശ്രീലങ്ക ബാറ്റിങ്ങിന് ഇറങ്ങി 3 ഓവറാണ് ബാറ്റ് ചെയ്തോളൂ. അപ്പോഴേക്കും 2 വിക്കറ്റ് പോയി, 8 റൺസിന്. മാനവ സുധറിനും പ്രസിദ്ധ് കൃഷ്ണയ്ക്കും ഓരോ വിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. അവൻ സംഭവം തകർത്തു. അവൻ നാളെ എന്തായാലും ശ്രീലങ്കനെ എറിഞ്ഞിടുമെന്ന് ഉറപ്പായി. അപ്പോൾ മിക്കവാറും ഈ ടെസ്റ്റ് മിക്കവാറും ഇന്നിങ്സിനും നല്ലൊരു റൺസിനും ജയിക്കാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എന്നാൽ പിന്നെ നമുക്ക് നാളത്തെ കളിയുടെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോ കാണാം. താങ്ക്